Hello, students. Today we are going to talk about some portions of electrostatics. So, as you know, this is your first chapter in the second year. In electrostatics, so our chapter is electrostatics. So, in this chapter, we are actually talking about something called charges. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ചാർജുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണ് ചാർജ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് എ ചാർജ്? So basically, a charge is a character or a property of a material, right? Like mass. മാസ് പോലെ തന്നെ ഒരു വസ്തുവിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പൊതുവെ ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണുകളെ കുറിച്ചാണ്, ഇലക്ട്രോൺസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ചാർജ് എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നമുക്കറിയാം -1.6 × 10⁻⁻⁹ കൂളംബ് ആണ്. അപ്പോൾ ഈ ചാർജിന് അതിൻ്റെതായ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നത് ചാർജ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ ചാർജ് ഈസ് ഇറ്റ് ഈസ് ഓൾവേസ് ക്വാണ്ടൈസ്ഡ്. സോ എന്താണ് ഈ ക്വാണ്ടൈസേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ പറയാറുണ്ട്, ഇപ്പൊ ഒരു വസ്തു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിൽ എത്രമാത്രം ചാർജ് ഉണ്ട് എന്നത് ഫണ്ടമെന്റൽ ചാർജ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ഫണ്ടമെന്റൽ ചാർജിന്റെ ഒരു ഇന്റീജർ മൾട്ടിപ്ലൈ. ഓർക്കുക, ഒരു ഇന്റീജർ മൾട്ടിപ്ലൈ. ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് 2e ഓർ 4/2e. ഇതെല്ലാം പോസിബിൾ ആണ്. അതേസമയം നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? 2.5e ഈസ് നോട്ട് പോസിബിൾ. അപ്പോ ഈവൻ ദോ ഫണ്ടമെന്റൽ ചാർജ് ഇറ്റ്സെൽഫ് ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആണെങ്കിലും നമുക്ക് ഒരു ഫ്രാക്ഷന്റെ മൾട്ടിപ്പിൾ ആയിട്ട്, ഫണ്ടമെന്റൽ ചാർജിന്റെ ഒരു ഫ്രാക്ഷന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ടോട്ടൽ ചാർജിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ, ചാർജ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന ഐഡിയ വഴി പറയാൻ പറ്റുക. അപ്പോൾ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാർജുകളെ സംബന്ധിച്ച് നമുക്ക് ക്വാണ്ടൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ ഒന്ന് കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറയാം, നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള, സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ലൈക്ക് എ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ചാർജസ് ആർ പ്രസന്റ് ഇൻ സർട്ടൻ ഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ്. ഇപ്പോ m ഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ m ഗ്രാം ഓഫ് സബ്സ്റ്റൻസിൽ നമുക്ക് എത്രമാത്രം ചാർജ് ഉണ്ട്, ദ എമൗണ്ട് ഓഫ് ചാർജ് ഇൻ m ഗ്രാം ഓഫ് സബ്സ്റ്റൻസ്, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പൊ നമുക്ക് ആ വസ്തുവിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം, അല്ലെ? നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻ ഗ്രാം ആണ്, അല്ലെ? അതുവഴി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഇനി നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസിനെ, സപ്പോസ് നമ്പർ ഓഫ് മോൾസിനെ സ്മോൾ n ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവഗാഡ്രോ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. സപ്പോസ് ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെയാണ് നമുക്ക് അവൈലബിൾ ആക്കി തരുന്നതെങ്കിൽ, 1 ആറ്റം 1 ഇലക്ട്രോൺ എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പറയാം എത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടോ, ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് ആർ ദയർ, ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് ചാർജ് വിൽ ബി അവൈലബിൾ ദയർ. അപ്പോൾ എത്രമാത്രം ചാർജ് ഉണ്ടോ, എത്രമാത്രം ആറ്റങ്ങൾ ഉണ്ടോ, അത്ര തന്നെ ചാർജ് നമുക്ക് അവിടെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അതേസമയം ഇപ്പൊ നമ്മുടെ ചോദിക്കുകയാണ്, സപ്പോസ് ഇറ്റ്സ് H2O മോളിക്യൂൾ. ഓക്കെ, അപ്പൊ H2O മോളിക്യൂളിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? H2Oയിൽ പോസിബിൾ ആയിട്ടുള്ള ചാർജിന്റെ എണ്ണം നോക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ H2 there are 2 പോസിറ്റീവ് ചാർജസ്, ഓർ H2ൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയാം. പ്ലസ് ഓക്സിജനകത്ത് നമുക്കൊരു 8 ഇലക്ട്രോൺ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഓക്സിജൻ മോളിക്യൂളിനകത്ത് 10 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയാം. അപ്പൊ എത്ര ഓക്സിജന്റെ ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 10e കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. So the idea I want to talk about is based on charges, and fundamental charge is an electron. Electron is the most fundamental charge. ഓക്കെ, അതായത് നമുക്ക് ഇലക്ട്രോണിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇലക്ട്രോണിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ചാർജുകളായിട്ട് പറയാം. വേറൊരു ഐഡിയ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞ ക്വാർക്ക് മോഡൽ എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ നമുക്ക് പറയാം. ഇൻ ക്വാർക്ക് മോഡൽ there are even fundamental charges, but ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് ഇതുവരെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം ഇലക്ട്രോണിനെ തന്നെ ഒരു ഫണ്ടമെന്റൽ ചാർജ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ചാർജിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ചാർജിന്റെ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ആർ റിലേറ്റഡ് ടു ദിസ് പാർട്ട്.
Okay. Other important question is, if certain amount of certain amount of a substance is given, then how we can find the number of charges or amount of charge from that amount of substance. ഒരു certain amount of substance നമുക്ക് തന്നാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ചാർജ് കണ്ടുപിടിക്കാം എന്നതും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വേറൊരു മെയിൻ ടോപ്പിക് നമുക്ക് പറയാവുന്നത് the force that is relating two charges, which is called the Coulomb force or Coulomb's law of forces between two charges. ഓക്കെ, ഇപ്പൊ രണ്ട് പോയിന്റ് ചാർജുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, വാട്ട് ഇസ് എ പോയിന്റ് ചാർജ്? അപ്പോ ഒരു ചാർജിന്റെ സൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ചാർജിന്റെ വലിപ്പം എന്ന് പറയുന്നത് അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്പേസിനേക്കാളും വളരെ ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ ഒരു പോയിന്റ് ചാർജ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ കൂളംസ് ലോ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് പോയിന്റ് ചാർജുകളെ കുറിച്ചാണ്. സപ്പോസ് വി ഹാവ് 2 പോയിന്റ് ചാർജസ്, രണ്ട് പോയിന്റ് ചാർജുകൾ നമുക്കുണ്ട്. അവരെ നമ്മളൊരു r ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തെന്ന് വരും. അപ്പൊ നമുക്കറിയാം ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F പ്രൊപ്പോർഷണൽ ടു the product of charges and inversely proportional to square of the distance between them. So F is equal to K times Q1 Q2 by R square. So ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. പക്ഷെ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് എ സ്പെസിഫിക് തിങ്. സാധാരണഗതിയിൽ ഈ ഇക്വേഷനിൽ ഉള്ളതാണെങ്കിലും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാണ്, എന്തുകൊണ്ടാണ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതേ സ്വഭാവം നമുക്ക് ഗ്രാവിറ്റേഷനിലും കാണാൻ പറ്റും. ഓക്കെ, അതായത് മോസ്റ്റ് ഓഫ് ദ കൺസർവേറ്റീവ് ഫോഴ്സസിൽ നമുക്ക് ഈ ഒരു സ്വഭാവം കാണാൻ പറ്റും. ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ വരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും കുട്ടികളുടെ അടുത്ത് നമ്മൾ ഇത് ചോദിക്കുമ്പോൾ കുട്ടികളുടെ ചോദിക്കും എന്തുകൊണ്ട് ഇൻവേഴ്സ് സ്ക്വയർ ലോ വരുന്നു. അപ്പൊ അവർ പറയും ഫോഴ്സ് ഡിസ്റ്റൻസ് കൂടുന്തോറും കുറയുന്നുണ്ട്, അത് കുറയുന്നത് സ്ക്വയർ 1/r സ്ക്വയർ എന്ന ഫോമിലാണ്. ശരിയാണ്, ഓക്കെ. പക്ഷെ അതിനെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അത് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൗ വി ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് മച്ച് ക്ലിയർ, ദ ഐഡിയ മച്ച് മോർ ക്ലിയർ. സോ വി ക്യാൻ അസ്യൂം, ലൈക്ക് suppose there is a single charge. Okay, suppose there is a single positive charge and I am encircling this charge with concentric spheres. Okay, so you have to think about concentric spheres. So I am encircling encircling the charge with each of the sphere. Okay, so I have taken like 4 spheres there. So ഈ ചാർജിനെ നമുക്ക് ഓരോ സ്പിയേഴ്സ് വെച്ചിട്ട് എൻസർക്കിൾ ചെയ്യാം. ആൻഡ് വി നോ വൺ തിങ് അബൌട്ട് എ ചാർജ്, എ പോസിറ്റീവ് ചാർജ്, ഇറ്റ് വിൽ ആക്ച്വലി ഹാവിംഗ് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിച്ച് വിൽ ബി പോയിന്റിംഗ് ഔട്ട്വേർഡ്സ്. അല്ലെ, ഈ ചാർജിനെ സംബന്ധിച്ച് ഞാൻ പോസിറ്റീവ് ചാർജ് എടുത്തത് അതുകൊണ്ടാണ്. അതായത് ഈ പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ച് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വെളിയിലോട്ട് പോകുന്നുണ്ട്, അല്ലെ, റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഞാൻ ആദ്യത്തെ സ്പിയറിൽ ഞാനൊരു സർഫസ് ഏരിയ എടുക്കുകയാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ സ്പിയറിലും ഞാനൊരു സർഫസ് ഏരിയ എടുക്കുന്നു, മൂന്നാമത്തെ സ്പിയറിലും ഞാനൊരു സർഫസ് ഏരിയ എടുക്കുന്നു, നാലാമത്തെ സ്പിയറിലും സർഫസ് ഏരിയ എടുക്കുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫീൽഡ് ലൈൻസ് ആദ്യത്തെ സ്പിയറിൽ വളരെ ക്രൗഡഡ് ആണ്. അതേസമയം രണ്ടാമത്തെ സ്പിയറിൽ എത്തിയപ്പോൾ കുറച്ചുകൂടെ ഒരു സെപ്പറേഷൻ ഫീൽഡ് ലൈൻസിനിടയിലുണ്ട്. ആൻഡ് ആസ് ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഓഫ് ദ സ്പിയർ ഇൻക്രീസസ്, the strength of the field or force is actually decreasing. Because we know that as the separation between the field lines are increasing, the strength of the field or force is actually kind of decreasing. സോ അപ്പൊ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് ഈ ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ആണ്. അല്ലെ, സ്പിയറിന്റെ സർഫസ് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്കറിയാം സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ എന്താണ്. സർഫസ് ഏരിയ ഓഫ് എ സ്പിയറിനെ നമുക്ക് F is proportional to 1/4πr square. അതായത് സർഫസ് ഏരിയ ഓഫ് സ്പിയറിനെ നമുക്ക് 4πr square എന്ന് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്ത് വരുന്നുണ്ട്, F പ്രൊപ്പോർഷണൽ ടു 1/r square അവിടെ വരുന്നുണ്ട്. സോ അപ്പൊ ഈ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആക്ച്വലി എന്തുകൊണ്ട് വന്നതാണ് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ, വൈ ദിസ് ഈസ് സോ സിഗ്നിഫിക്കന്റ് അബൌട്ട് ദ ഫോഴ്സസ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ലൈക്ക് 1/r square എന്തുകൊണ്ട് വരും? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്പിറിക്കൽ സിമട്രി നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു പോയിന്റ് ചാർജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് ചാർജിന് എന്തുണ്ട്, ഒരു സ്പിറിക്കൽ ആയിട്ടുള്ള ഒരു സിമട്രി നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ആ ഇക്വേഷനകത്ത് തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ കാണാറില്ല. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1/4πε0 Q1 Q2 by R square ആണ് ഇക്വേഷൻ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ കിടക്കുന്ന 4πr square ആക്ച്വലി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പോയിന്റ് ചാർജിന്റെ സ്പിറിക്കൽ സിമട്രിയാണ്
റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിമെട്രി ആൻഡ് ഫിസിക്കൽ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ ഇൻഡെപ്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പൊ സിമെട്രി ഇൻ ഫിസിക്കൽ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ യു ഹാവ് ടു റിമെമ്പർ വൈ ദർ ഈസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ. സോ ദ സെയിം കൺസെപ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഗ്രാവിറ്റേഷൻ ഓൾസോ. അതായത് ഗ്രാവിറ്റേഷനിൽ നിങ്ങൾ ചാർജിന് പകരം മാസ് എടുക്കുക. മാസിൽ നിന്ന് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ലൈൻസിന് എന്ത് സ്വഭാവം നമുക്ക് കാണാൻ പറ്റും? ഇതേപോലെ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ എന്ന് നമുക്ക് കാണാൻ പറ്റും. So that idea is very important. Okay, so this is actually very important part we have to understand. The next thing I want to talk about, since we are talking about some sort of forces, right? അപ്പൊ നമ്മളിപ്പോ രണ്ട് ചാർജുകൾ എടുത്തു. ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഇപ്പൊ നമ്മൾ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിട്ട് പറഞ്ഞത്. So electrostatic force is K Q1 Q2 by R square. So any other form of forces, like even we can describe about frictional forces. Suppose ഒരു ഉദാഹരണത്തിന്, suppose we are taking an inclined plane, okay, and this inclined plane is actually kind of rough, okay. So the idea is, suppose here we are having a charge Q2 and here we are also having another charge Q1 and they are separated at a distance R. സപ്പോസ് ഇവിടെ ഞാൻ ആദ്യം ഫ്രിക്ഷൻ എടുക്കുന്നില്ല എന്ന് കരുതുക. സപ്പോസ് നമുക്ക് ആദ്യം എളുപ്പമുള്ള ഒരു ഐഡിയയിലോട്ട് പോവാം. ഇവിടെ ഫ്രിക്ഷൻ എടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. സോ ഹൗ ഹൗ will or how what will be the relation between these two charges such that Q2 remains at its own position? അതായത് Q1 ഉം Q2 ഉം തമ്മിലുള്ള ഫോഴ്സ് കൊണ്ട് Q2 അതിന്റെ തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലായിരിക്കാം? അപ്പൊ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണ്? Q2 ഇപ്പോ സപ്പോസ് നമ്മൾ M എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട് എന്ന് കരുതുക, ഒരു M2 മാസ് ഉണ്ട്, Q1 M1 മാസ് ഉണ്ടെന്ന് കരുതുക. So we can say that they are experiencing actually a force, right, which is Q1 K Q1 Q2 by R square. ഈ ഫോഴ്സിനെ മറ്റേതോ ഒരു ഫോഴ്സുമായിട്ട് ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് Q2 ഈസ് നോട്ട് മൂവിങ് ഡൗൺവേർഡ്സ്, ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റേയിങ് സ്റ്റിൽ ദയർ. സോ ആ ഫോഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, we can resolve this the mass or the weight of the Q2 which is M2G, right? സോ ആ M2Gയുടെ ഒരു കമ്പോണന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സ്ലാൻഡഡ് ആയിട്ടുള്ള ഫേസിൽ നടക്കുന്നുണ്ട്. ആൻഡ് വി നോ that will be M2G sin theta. So we can equate this to M2G sin theta. So we can find, if we know the values of Q1 and Q2, M2 and angle, then we can find the distance, how much distance of separation will be they are keeping on. Like അവർക്കിടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. സോ ദ ഐഡിയ ഈസ്, since we are talking about a force, that force can be equated to any force which we are learning in +1 or +2. Okay, so that is very important. You have to understand, നമ്മൾ പഠിക്കുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് മറ്റു പല കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് അത് മനസ്സിലാവുകയും അതിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുകയുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. So there are so many examples. I want to show you one more example. So another example is, this is also a most common one. Like suppose we are hanging two balls, like plastic kind of balls, at an angle separation with a small angular separation of theta. And suppose these two are having charges Q, and they will experience, since they are of same nature, they will experience a repulsive Coulomb force. Okay, so also these particles are having identical masses. So we can resolve this, like there is a string which is attached to this fixed end to the ball also. So we can say that what will be the forces which are acting such that they are at an equilibrium position. So we can say that one force will be the tension, one force will be the weight of that particle, and another force will be the Coulomb electrostatic repulsion. So these are the three forces which are acting at the moment. Okay, so when we resolve this, like if we resolve the tension into two components, yes, suppose I am taking that angle so small that I can take this angle as theta. Okay, so this will be T cos theta and this will be T sin theta. So when we compare these two equations, we can say Fe is equal to T sin theta and mg is equal to T cos theta.
So simply dividing or taking the ratio, we can find tan theta is equal to Fe by mg. So this is one more idea which is most commonly asked, one of the most commonly asked question. Okay, and we can actually extend this idea, like we can actually put this entire system into water or something. Suppose I'm taking this entire system and putting them in water or something. Since we know that, like, if the entire system is placed under water, the force, like the tension and weight is not affected directly, but the force which is directly affected will be the Coulomb force, because Coulomb force depends on the medium. Okay, so I have to delete some of the parts, and also I can change the angle or keep the angle the same. Okay, so yeah, okay, I'm taking this angle as theta dash, and this angle becomes theta dash. Okay, let me take another ring. Like this will also change. F dash also changes to suppose Fe dash. Fe changes to Fe dash. So now what is going to happen? What is the new thing that is going to happen in this system? The idea is when we are putting this entire system into water or in any liquid of density rho, an additional kind of force will be acting on the system that we known as the buoyant force, isn't it? So buoyant force അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും ആക്ട് ചെയ്യാൻ തുടങ്ങും. So we can rewrite the entire equation as we can write it as t cos theta will be acting upwards, and this will be t sin theta. So we can write t cos theta plus buoyant force should be equal to mg, and t sin theta is equal to Fe dash. Okay, so this is our idea. Now we know that what is buoyancy. Buoyancy is actually the volume submerged by the object. That is, suppose that is V. And density of the liquid, remember, it is always the liquid. Density of the liquid we have to take and multiply with G. So we can rearrange the equation as T cos theta equal to mg minus V rho G, and T sin theta equal to Fe dash. Okay, so if we take the ratio, suppose I am taking this as equation 1 and this as equation 2, I want to take tan theta. So tan theta is equal to Fe dash divided by mg minus V rho G. So Fe dash, I'm taking Fe dash as the same, Fe dash, and I'm going to change the mass. I'm taking the density of that object as sigma. Okay, so I can write V sigma G minus V rho G. Okay, so taking V, suppose I'm taking the ratio or I'm taking common V sigma G, then 1 minus rho by sigma will be there. And also we can rearrange the equation as tan theta, or since we are taken tan theta dash, right? So tan theta dash is equal to Fe dash divided by V sigma G. We can rearrange that into mg. mg times 1 minus rho by sigma. And also we can rearrange Fe dash also, because we know that epsilon r, which is the relative permittivity, which is actually F medium to F air, right? So what is the value of, sorry, it should be like F air to F medium, right? F air to F medium. Then only we get epsilon by epsilon 0, isn't it? Okay, so we know that this will be the relation. So we can rearrange F medium, which in this case it is Fe dash, that is equal to F divided by, or Fe divided by epsilon r. So we can substitute that also here. So Fe divided by mg, there is also one more thing, right? F epsilon r times 1 minus rho by sigma. So we can actually extend this idea a little bit more. We can substitute for Fe by mg as tan theta. So the idea I want to talk about, even from the simplest of the equation, we can go to the complex ideas. Only thing is we have to understand the basics so we can connect those things. So this is the idea I want to talk about. Hope you guys understand what I have said. If you are having any doubts,
please contact me. I'm happy to clarify that doubt. So thank you.